പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നവനാണ്. അവിടുന്ന് നൽകുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നു. മൂന്നാം ഫലം സമാധാനം. പരിശുദ്ധാത്മാവിന്റെ മൂന്നാം ഫലം സമാധാനമാണ്. ലോകം നൽകുന്ന സമാധാനമല്ല ഇത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിന് ലഭിക്കുന്ന ആന്തരിക സമാധാനമാണ്. തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14:27 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. തിരുവചനത്തിൽ ശിഷ്യന്മാരുടെ കൂടെ വഞ്ചിയിൽ യാത്ര ചെയ്തപ്പോൾ കടൽ പ്രക്ഷുബ്ധമായി. അവിടുന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു: അടങ്ങുക, ശാന്തമാവുക. നമ്മുടെ ജീവിതത്തിലെ ഇളകിമറിയുന്ന തിരമാലകളെ ശാന്തമാക്കുന്ന ആത്മാവിനായി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യമുള്ളിടത്ത് സമാധാനമുണ്ടാകും. നാലാം ഫലം ക്ഷമ. പരിശുദ്ധാത്മാവിന്റെ നാലാം ഫലം ക്ഷമയാണ്. പ്രതിസന്ധികളിലും കോപിക്കാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന മനസ്സ്. തിരുവചനത്തിൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനത്തിലെ 13:4 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ബൈബിളിലെ ജോബ് വലിയ കഷ്ടതകൾ അനുഭവിച്ചു. സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ദൈവവിശ്വാസം കൈവിട്ടില്ല. അവസാനം ദൈവം അവനെ അനുഗ്രഹിച്ചു. ക്ഷമ എന്നത് കാത്തിരിപ്പ് മാത്രമല്ല, വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പാണ്. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും ക്ഷമയും നിറയ്ക്കട്ടെ. നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തിന്റെ സാക്ഷിയാകട്ടെ. പ്രാർത്ഥന. വരണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നവീകരിക്കണമേ. ആമേൻ.